Hello everyone, welcome back to my channel Shanat's Realm of Games. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് കളർ അഡിക്റ്റ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയ കളർ അല്ലെങ്കിൽ വേർഡ് കൊണ്ട് മാച്ചിങ് കാർഡ്സ് കണ്ടുപിടിക്കുന്ന ഗെയിമാണ്. ഊണോ എന്ന് പറയുന്ന കാർഡ് ഗെയിമുമായിട്ട് ഏകദേശം സിമിലർ ആണ്. പക്ഷെ ഊണോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഗെയിം കുറച്ചും കൂടെ സിമ്പിൾ ആണ്. 7+ ഇയേഴ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ ഗെയിം കളിക്കാം. 2 to 6 പ്ലേയേഴ്സ് ആണ് ഒരു സെറ്റ് വെച്ച് കളിക്കാൻ പറ്റുന്നത്. റേറ്റ് വരുന്നത് വെറും 139 ആണ്. ആ റേറ്റിൽ 2 സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ റേറ്റിന്റെ അകത്ത് 2 സെറ്റും പിന്നെ നല്ല ക്വാളിറ്റി ബോക്സിനകത്ത് ഗെയിം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ ഗെയിം ബോക്സിനകത്ത് എന്തൊക്കെ കോണ്ടന്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഗെയിം ബോക്സ് തുറന്ന് നോക്കാം. ഇതിന്റെ അകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഗെയിം ബോക്സിന്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള കാർഡ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നെയിം ഓഫ് കളേഴ്സ് പല ഷെയ്ഡ്സിലും പിന്നെ ജോക്കർ കാർഡ്സും ആണ് 2 തരത്തിലുള്ള കാർഡ്സ്. കാർഡ്സ് നല്ലോണം ഷഫിൾ ചെയ്ത് പ്ലേയേഴ്സിന് ഫേസ് ഡൗൺ കൊടുക്കുക. ഇതാണ് പ്ലേയേഴ്സിന് ഡ്രോപ്പ് ആയി. ഇതിൽ നിന്ന് 3 കാർഡ്സ് ഫേസ് അപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് കാർഡ്സ് തീരുന്നതനുസരിച്ച് ഡ്രോപ്പ് ആയിൽ നിന്ന് റീഫിൽ ചെയ്യേണ്ടതാണ്. കളി തുടങ്ങാനായിട്ട് ഒരു പ്ലെയറിന്റെ ഡ്രോപ്പ് ആയിൽ നിന്ന് കാർഡ് ഫ്ലിപ്പ് ചെയ്ത് തുറന്നു വെക്കുക. ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഇനി പ്ലേയേഴ്സ് മാച്ചിങ് കാർഡ്സ് കണ്ടുപിടിക്കേണ്ടത്. മിഡിലെ കാർഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഗ്രീൻ എന്ന് പറയുന്ന വേർഡ് യെല്ലോ കളറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ 2 കളേഴ്സ് ആണ് ഈ കാർഡിൽ ഉള്ളത്. ഈ കാണുന്ന ബ്ലൂ കളറിലെ കളർ സ്പ്ലാഷ് ഇഗ്നോർ ചെയ്യുക, ജസ്റ്റ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഈ കാർഡ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് ഏതൊക്കെ കാർഡ്സ് ആണ് മാച്ചിങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതെന്ന് നോക്കാം. ഈ ഗെയിമിൽ 2 കാറ്റഗറി ഉണ്ട്, വേർഡ് ആൻഡ് കളർ. കാർഡ്സിൽ ഗ്രീൻ ആൻഡ് യെല്ലോ വേർഡ്സ് ഉണ്ടോ അവ മാച്ചിങ് ആണ്. കൂടാതെ ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡ്സിൽ കാണുന്നത് മാച്ചിങ് ആണ്. ഈ കാർഡിൽ 2 കളേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ വേർഡും കളറിന്റെ അകത്ത് നമുക്ക് ഇടാൻ പറ്റി. എന്നാൽ ഈ കാർഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ബ്ലൂ എന്ന് പറയുന്ന വേർഡ് ബ്ലൂ കളറിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കളറേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ബ്ലൂ കളറിൽ പ്രിന്റഡ് ആയിട്ടുള്ള കാർഡ്സ്, പിന്നെ വേർഡ് ബ്ലൂ എന്ന് എഴുതിയിരിക്കുന്നതും. അപ്പൊ ഇത് 2 മാത്രമാണ് നമുക്ക് മാച്ചിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഗെയിമിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് കാർഡ് എടുത്താലും അതിനകത്ത് മിനിമം ഒരു കളർ, മാക്സിമം 2 കളേഴ്സേ വരത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ചാണ് മാച്ചിങ് കാർഡ്സ് ഇടണ്ടേന്ന് ഓർത്ത് വെക്കുക. കളി നമുക്ക് തുടങ്ങാം. ഈ ഗെയിമിനകത്ത് ടേൺസ് ഇല്ല. അപ്പൊ ഏത് പ്ലെയറിന് വേണമെങ്കിലും പെട്ടെന്ന് മാച്ചിങ് കാർഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ മിഡിലിൽ കൊണ്ടുവെക്കാം. പിന്നെ അതായിരിക്കും പുതിയ സെന്റർ കാർഡായിട്ട് വരുന്നത്. ഇതിപ്പോ പ്ലെയർ 2 ഓൾറെഡി ഗ്രീൻ എന്ന് പറയുന്ന വേർഡ് യെല്ലോ കളർ എഴുതി വെച്ചിരിക്കുന്ന കാർഡിന്റെ അകത്ത് കളർ കാറ്റഗറി ഗ്രീൻ ആയിട്ട് മാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ റിഫിൽ ചെയ്യണം പ്ലെയർ 2 നോക്കുന്ന സമയത്ത് ബ്ലൂ എന്ന് പറയുന്ന വേർഡ് ഗ്രീൻ കളറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ 2 കളേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ പ്ലെയർ 2ന് ഒരു കാർഡ് പോലും മാച്ചിങ് ആയിട്ടില്ല. അപ്പൊ പ്ലെയർ 2 മാച്ചിങ് കാർഡ് കിട്ടുന്നവരെ പേഴ്സണൽ പൈലിൽ നിന്ന് കാർഡ് ഇട്ടോണ്ടിരിക്കണം. ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഈ ടേണിൽ പ്ലെയറിന് കളിക്കാൻ പാടില്ല. അടുത്ത ടേൺ മുതലേ ഈ കാർഡ് സെന്ററിൽ കൊണ്ടിട്ട് മാച്ച് ചെയ്യാൻ പാടുള്ളൂ. പ്ലെയർ 1 ടേണിലോട്ട് പോവുകയാണ്. പ്ലെയർ 1 നോക്കുന്ന സമയത്ത് സെന്റർ കാർഡിന്റെ ഒരു കാർഡ് പോലും മാച്ചിങ് ആയിട്ടില്ല. അപ്പൊ ഡ്രോ പൈലിൽ നിന്ന് കാർഡ് എടുത്ത് ഫ്ലിപ്പ് ചെയ്ത് തുറന്നു വെക്കുകയാണ്. തുറന്നു വെക്കുന്ന സമയത്ത് കാണാൻ പറ്റും ജോക്കർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആ കാർഡ് എടുത്ത് പ്ലെയർ 1 സെന്ററിൽ കൊണ്ടിട്ടിട്ട് പുതിയ കളർ അനൗൺസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്ലെയർ 1 വിളിച്ചു പറഞ്ഞു പേർപ്പിൾ ആണ് പുതിയ കളർ എന്ന്. ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ജോക്കർ കാർഡ് കിട്ടുന്ന പ്ലെയറിന് ആ ടേണിൽ തന്നെ പറഞ്ഞ കളർ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് മറ്റുള്ള പ്ലെയേഴ്സ് കളിച്ചിട്ടാണോ ആ പ്ലെയറിന് കാർഡ് ഇടാൻ പറ്റുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല. ഈ ഗെയിമിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ആരാണോ പെട്ടെന്ന് കാർഡ്സ് തീർക്കുന്നത് അവരാണ് വിന്നർ. അപ്പൊ ആ ലോജിക്ക് വെച്ചിട്ട് ജോക്കർ കാർഡ് കിട്ടുന്ന പ്ലെയറിന് എന്തെങ്കിലും ബെനിഫിറ്റ് വരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ടേണിൽ തന്നെ പ്ലെയർ 1ന് കാർഡ് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ കളിക്കാം. അതായത് മറ്റുള്ള പ്ലെയേഴ്സ് കളിച്ചിട്ട് പ്ലെയർ 1നെ കളിക്കാം, അല്ലെങ്കിൽ പ്ലെയർ 1 ഡിസ്കാർഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കളിക്കാവുന്ന രീതിയിലും നിങ്ങൾക്ക് റൂൾ ഡിസൈഡ് ചെയ്യാം. അങ്ങനെ കളിച്ച് ആരാണ് പേഴ്സണൽ ഫയലും കയ്യിലുള്ള കാർഡ്സും പെട്ടെന്ന് തീർക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിലെ വിന്നർ. കളി എങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നോ?
ഈ ഗെയിമിന് ഒരു വേരിയന്റും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ടേൺസ് വെച്ച് കളിക്കുന്ന ഗെയിമാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. If you really love learning this new game, please don't forget to show some love through liking, sharing, and subscribing to my channel. Happy gaming, folks. Goodbye.